ഹായ്, എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളത് സെറ്റ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സെറ്റ് എന്നുള്ള ചാപ്റ്ററാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അതിൽ ഒന്നാമത്തെ ഭാഗം തുടങ്ങാം. അപ്പോൾ എന്താണ് സെറ്റ് എന്നുള്ള നോക്കാം. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. അതായത് നന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ, ഒരു കൂട്ടത്തെയാണ് നമ്മളൊരു സെറ്റ് എന്ന് പറയുന്നത്. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് എന്നാണ്. അപ്പോൾ അത് നമുക്ക് വെൽ ഡിഫൈൻഡ് എന്താണെന്ന് നോക്കാം. കുറച്ച് എക്സാമ്പിൾ ഉണ്ട്, എന്തൊക്കെയാണ് വെൽ ഡിഫൈൻഡ് എന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ലെറ്റർ ജെ. ജെയിൽ തുടങ്ങുന്ന മന്തുകൾ ഏതൊക്കെയാണ്? ജെയിൽ തുടങ്ങുന്ന മന്ത്സ് നമുക്കറിയാം, ജനുവരി, ജൂൺ, ജൂലൈ. അപ്പോൾ ഇത് വെൽ ഡിഫൈൻഡ് ആണ്, ഇതൊരിക്കലും മാറില്ല, നമുക്കറിയാവുന്ന വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക്, ഈ കളക്ഷനെ നമുക്ക് ഒരു സെറ്റായിട്ട് പറയാം. അപ്പോൾ വെൽ ഡിഫൈൻഡ് അതിനുള്ള മീനിങ് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ സെറ്റിന് നമുക്ക് സാധാരണ രീതിയിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. ഇങ്ങനത്തെ സിമ്പലിനകത്താണ് സെറ്റ് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജനുവരി, ജൂൺ, ജൂലൈ എന്ന് എഴുതിയ ശേഷം അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ സെറ്റിൻ്റെ സിമ്പൽ ഇങ്ങനെയാണ്, സിമ്പലിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുക. അപ്പോൾ ദിസ് ഈസ് എ സെറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്? ജസ്റ്റിഫൈ ആൻസർ. അപ്പം ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഏറ്റവും ടാലൻ്റ് ഉള്ള 10 റൈറ്റേഴ്സ് നമുക്ക് കണ്ടെത്തും. ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ള 10 റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ, ടാലൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വെൽ ഡിഫൈൻഡ് ആണോ? അതിനൊരു വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ റൈറ്റേഴ്സിനും ടാലൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമുക്ക് വ്യക്തമായിട്ട് നിർവചിക്കാനോ മെഷർ ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ദിസ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്, ദിസ് ഈസ് നോട്ട് എ സെറ്റ്. അത് സെറ്റ് അല്ല എന്ന് നമുക്ക് പറയാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദി വേൾഡ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ എന്ന്, ബെസ്റ്റ് നമുക്ക് ഓരോ ക്രിക്കറ്റ് ബാറ്റ്സ്മാനും അവരുടേതായ കഴിവുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കറക്റ്റ് ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. അപ്പോൾ ഇത് സെറ്റ് അല്ല എന്ന് പറയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്? കളക്ഷൻ ഓഫ് ബോയ്സ് ഇൻ യുവർ സ്കൂൾ അല്ലെങ്കിൽ യുവർ ക്ലാസ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ അതിന് കറക്റ്റ് ഒരു അളവുണ്ട്, വ്യക്തതയുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ സെറ്റാണെന്ന് പറയാം. ദിസ് ഈസ് എ സെറ്റ്. ഇനി വേറൊരു കാര്യം, ഇപ്പോൾ 2 സിമ്പലിനെ കുറിച്ച്, സെറ്റിനകത്ത് വരുന്ന 2 സിമ്പലാണ്. ഈ 2 സിമ്പലാണ്, അത് ബിലോങ്സ് ടു എന്നാണ് പറയുന്നത്, ഇത് നോട്ട് ബിലോങ്സ് ടു. ഇപ്പോൾ ബിലോങ്സ് ടു, നോട്ട് ബിലോങ്സ് ടു നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ബിലോങ്സ് ടു ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു സിമ്പിൾ. നോട്ട് ബിലോങ്സ് ടു ആണെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്യും. അപ്പോൾ ബിലോങ്സ് ടു തന്നെ നമുക്ക് വേറൊരു പേരും പറയും, എലമെൻറ്റ് ഓഫ് എന്ന് പറയും. ഇത് നോട്ട് എലമെൻറ്റ് ഓഫ് എന്ന് പറയും, നോട്ട് എലമെൻറ്റ് ഓഫ്. അപ്പം ഈ ബിലോങ്സ് ടു എന്ന് പറയുന്നത്, ഇപ്പം ഈ 2 എന്ന, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഉണ്ട്, 5-A. 5 ഈ സെറ്റിനകത്തുണ്ടോ എന്നാണ് നോക്കേണ്ടത്. 5 സെറ്റിനകത്തുണ്ടോ? ഈ 5 എന്ന നമ്പർ സെറ്റിനകത്തുണ്ട്, അപ്പോൾ നമ്മൾ അവിടെ ബിലോങ്സ് ടു എന്ന് എഴുതണം. സെറ്റിനകത്തില്ലെങ്കിൽ നോട്ട് ബിലോങ്സ് ടു എന്ന് എഴുതണം. അപ്പോൾ അത് ബിലോങ്സ് ടു എലമെൻറ്റ് ഓഫ് എന്നൊക്കെ വായിക്കും. ഇവിടെ 5 ഈ സെറ്റിനകത്തുള്ളതുകൊണ്ട് നമുക്ക് 5 ബിലോങ്സ് ടു എ എന്ന് പറയാം. ഇനി ആ 5 ഇല്ലെങ്കിൽ നമ്മൾ നോട്ട് ബിലോങ്സ് ടു എന്ന് എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വേറൊരു നമ്പർ ഞാൻ പറയുകയാണ്, 7. 7-A 7Aയിലുണ്ടോ? 7A എന്ന സെറ്റിലില്ല, അപ്പോൾ അവിടെ നമ്മൾ എഴുതേണ്ടത് നോട്ട് ബിലോങ്സ് ടു.
അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സിമ്പിൾ ഓർത്തിരിക്കുക, ബിലോങ്സ് ടു, നോട്ട് ബിലോങ്സ് ടു. ഇത് നമുക്ക് മാത്തമാറ്റിക്സിൽ നമ്പർ സിസ്റ്റം ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറേ നമ്പർ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, റാഷണൽസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെറ്റിൽ നമ്മൾ എങ്ങനെ നൊട്ടേഷൻ ചെയ്യാമെന്നാണ് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ക്യാപിറ്റൽ N ആണ് സൂചിപ്പിക്കുന്നത്. ഇൻറ്റിജേഴ്സിന് Z എന്ന് സൂചിപ്പിക്കാം. റാഷണൽ നമ്പേഴ്സ് Q, റിയൽ നമ്പേഴ്സ് R. ഇനി Z പ്ലസ് എന്ന് എഴുതിയിരിക്കുന്ന പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. Q പ്ലസ് എന്ന് എഴുതുന്നത് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്, R പ്ലസ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഇത് റെപ്രസെൻറ്റേഷന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അത് ഇത് ഓർത്തിരിക്കുക. സെറ്റ് ഓഫ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, 1 2 3 4 5 കൗണ്ടിങ് നമ്പേഴ്സാണ്. നമ്മൾ എണ്ണം ഉപയോഗിക്കുന്ന നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ്. അതിൽ കൂടെ സീറോയും കൂടെ ഉൾപ്പെടുത്തി അതിനെ പറയുന്നതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവും കൂടെ ഉൾപ്പെടുത്തിയാലാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന Q നോട്ട് ഈക്വൽ ടു 0. അതിൽ ഇൻറ്റിജർ എല്ലാം വരും, ഇങ്ങനെയുള്ള ഡെസിമൽസ് ഒക്കെ വരും, ഫ്രാക്ഷൻസ് എല്ലാം വരും. അപ്പോൾ ഇതൊക്കെ റാഷണൽസിലാണ് വരുന്നത്. അപ്പോൾ റാഷണൽ നമ്പറിനകത്താണ് ഇൻറ്റിജറും ഹോൾ നമ്പറും നാച്ചുറൽ നമ്പർ എല്ലാം ഇരിക്കുന്നത്. ഇനി റാഷണൽ നമ്പർ അല്ലാത്ത കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, ഇറാഷണൽ നമ്പേഴ്സ്. അതാണ് പൈ, √2, √5 ഇങ്ങനെയുള്ള നമ്പേഴ്സ്. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, റാഷണൽസ്. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ടാണ് നമ്മൾ പറയുന്ന ഒരു നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റാഷണൽസും ഇറാഷണൽസും കൂടെ കൂടി ചേർന്ന ഒരു വലിയൊരു നമ്പർ സിസ്റ്റമാണ് റിയൽ നമ്പർ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഈ നൊട്ടേഷൻസ് ഓർത്തിരിക്കുക, ഏതൊക്കെ ലെറ്റേഴ്സാണ് ഏതൊക്കെ നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യണം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് മെത്തേഡ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ റോസ്റ്റർ ഓർ ടാബുലാർ ഫോം, രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കും. നാച്ചുറൽ നമ്പേഴ്സിന് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ സെറ്റിൻ്റെ സിമ്പിൾ എഴുതിയിട്ട് 1 2 3 ഇങ്ങനെ എക്സെട്രയ്ക്ക് 3 ഡോട്ട് ഇട്ടാൽ മതി. ഇതാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്. ഇപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിലാണ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓൾജിബ്രൈക് ഫോമിലാണ് എഴുതുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ എഴുതും, സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ്, ഇങ്ങനെ രണ്ട് കുത്തിടുക. ഇതിനെ വായിക്കേണ്ട സച്ച് ദാറ്റ് ആണ്. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ്, അതായത് എക്സുകളുടെ കളക്ഷൻ. ഇനി എക്സ് എന്താണ് നമ്മളിവിടെ എഴുതണം. എക്സ് എന്ന നാച്ചുറൽ നമ്പർ അല്ലേ. അപ്പോൾ നമ്മൾ ഓൾജിബ്രൈക്കലി അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി നമ്മൾ അതിനെ എങ്ങനെ എഴുതാൻ നോക്കാം. മാത്തമാറ്റിക്കലി നമ്മൾ നാച്ചുറൽ നമ്പറിന് എഴുതുന്നത് എക്സ് ബിലോങ്സ് ടു N, ക്യാപിറ്റൽ N. ഇതാണ് എൻ്റെ സെറ്റ് ബിൽഡർ ഫോം. അതായത് നാച്ചുറൽ നമ്പറിനെ രണ്ട് മെത്തേഡിൽ റെപ്രസെൻ്റ് ചെയ്യാം. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ വെറുതെ സെറ്റിനകത്ത് ആ നമ്പേഴ്സ് ഫുൾ എഴുതുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പേഴ്സാണ് എക്സെട്ര ഇട്ട് എഴുതുക. സെറ്റ് ബിൽഡർ ഫോം ആണെങ്കിൽ ഓൾജിബ്രായിക് രൂപത്തിലാണ് എഴുതുന്നത്. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു. ഇതിൻ്റെ മീനിങ് എക്സുകളുടെ കളക്ഷൻ. എക്സ് എന്താണെന്ന് ഈ സച്ച് ദാറ്റിന് ശേഷം നമ്മൾ പറയണം. എക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഇതിനെ സച്ച് ദാറ്റ് എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. ഇനി നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ നമ്മൾ എഴുതാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനാണ്. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് എക്സ് ബിറ്റ്വീൻ -3 and 7. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7 എന്നാണ്. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സീറോയുടെ ലെഫ്റ്റ് സൈഡിലുള്ള നെഗറ്റീവ് നമ്പേഴ്സ്, റൈറ്റ് സൈഡിലുള്ള പോസിറ്റീവ് നമ്പേഴ്സ്. ഇതിൽ -3ക്കും 7നും ഇടയ്ക്കുള്ളതായിരിക്കണം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പം -3യും ഈക്വൽ ടു, അതായത് -3യും എടുക്കണം. പക്ഷേ ഇവിടെ 7 എടുക്കാൻ പാടില്ല, 7ന് താഴെയുള്ളത് എടുക്കുക, കാരണം ഈക്വൽ ടു ഇല്ല. അപ്പോൾ നമ്മൾ എടുക്കേണ്ട നമ്പേഴ്സ് -3, -2, -1, 0, 1, 2, 3, 4, 5, 6. കാരണം 7 എടുക്കാത്തതിൻ്റെ കാരണം ലെസ് ദാൻ 7 ആണ്. 7ന് താഴെയുള്ളത് എടുക്കുക. ഇവിടെ ഈക്വൽ ടു ഉള്ളതുകൊണ്ടാണ് -3 ഇൻക്ലൂഡ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് നമ്മൾ ഒരു സെറ്റിൻ്റെ സിമ്പിളിനകത്ത് കോമയായിട്ട് എഴുതുക. ഇതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇത് തന്നിരിക്കുന്ന സെറ്റ് ബിൽഡർ ഫോമാണ്.
ഇതിനെ റോസ്റ്റർ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ റോസ്റ്റർ ഫോമിൽ എഴുതാം. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6, അതായത് 6ന് താഴെയുള്ള നാച്ചുറൽ നമ്പർ. 6ന് താഴെയുള്ള നാച്ചുറൽ നമ്പർ വളരെ സിമ്പിളാണ്. 1 2 3 4 5 മാത്രമേ ഉള്ളൂ. 6ന് താഴെയുള്ളതാണ്, ഈക്വൽ ടു പറയുന്നില്ല. അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് 1 2 3 4 5 മാത്രം എഴുതുക. ഇതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനാണ് 2 4 8 16 32. ഇത് നമുക്ക് റോസ്റ്റർ ഫോമിലാണ് തന്നിട്ടുള്ള. സെറ്റ് ബിൽഡറിൽ എഴുതണം. അപ്പോൾ ഈ നമ്പേഴ്സിനുള്ള ഒരു കോമൺ പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുക. നമ്മൾ ആദ്യം 2 കഴിഞ്ഞിട്ട് 4 ആണ്. 4 നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത നമ്പർ 8 ആണ്. 8 നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം. ഇത് 16 2 raised to 4, 32 2 raised to 5. അപ്പോൾ 2ൻ്റെ പവറായിട്ട് നമുക്ക് ഈ നമ്പേഴ്സിനൊക്കെ എഴുതാം. ഒരു കോമൺ പ്രോപ്പർട്ടിയാണ്, പൊതുവായിട്ടുള്ള ഒരു നിയമം അവിടെ കിട്ടി. എങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ബിൽഡർ ഫോം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ്, എപ്പോഴും സെറ്റ് ബിൽഡർ ഫോമിൽ അത് എഴുതുക. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ്, അതായത് എക്സുകളുടെ കളക്ഷൻ. എക്സ് എന്താണെന്ന് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കാണിക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ ഒരു നിയമം കിട്ടിയല്ലോ. എന്ത് നിയമമാണ് ഇവിടെ കിട്ടിയത്? 2 raised to n എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ് കിട്ടിയത്. അത് നമ്മൾ എഴുതുക. എക്സ് ഈക്വൽ ടു 2 raised to n. അതിൽ n എന്താണെന്ന് നമ്മൾ വീണ്ടും ഡിഫൈൻ ചെയ്ത് കാണിക്കണം. n എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ n ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തൊക്കെയാണ്? 1 2 3 4 5 ആണ്. അപ്പോൾ അത് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് n-ന് നാച്ചുറൽ നമ്പർ എന്ന് പറയാം. n ബിലോങ്സ് ടു n, നാച്ചുറൽ നമ്പറാണ്. പക്ഷേ എല്ലാ നാച്ചുറൽ നമ്പറും വരുന്നില്ല. 1 മുതൽ 5 വരെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇതിൻ്റെ മീനിങ് 1 മുതൽ 5 വരെയുള്ള നാച്ചുറൽ നമ്പറെ ഇവിടെ n-ന് എടുക്കാവൂ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. അതായത് എക്സുകളുടെ കളക്ഷൻ എക്സ് ഈക്വൽ ടു 2 raised to n. n എന്താണെന്ന് ഇവിടെ എഴുതണം. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. എല്ലാ നാച്ചുറൽ നമ്പർ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇൻഫിനിറ്റ് നാച്ചുറൽ നമ്പർ ഉണ്ട്. ഇവിടെ 5 വരെയുള്ള 32 വരെ ഉള്ളൂ. അപ്പോൾ അതുവരെ എടുത്താൽ മതി. അപ്പോൾ അതുവരെ എടുക്കണമെങ്കിൽ 2 raised to 5 വരെ വേണം. അപ്പോൾ 5 വരെ മാത്രം നമുക്ക് എടുക്കാം. 1 മുതൽ 5 വരെ എടുക്കാം. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ് 5 25 125 620. ഇത് നേരത്തെ പോലെ തന്നെ 5 5 raised to 1, ഇത് 5 സ്ക്വയർ 5 ക്യൂബ്, ഇത് 625 5 raised to 4. ഇത് നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 5 raised to n എന്ന് എഴുതാം. n ബിലോങ്സ് ടു n. ഇതിൽ n 4 വരെയുള്ള നമ്പേഴ്സ് എടുക്കാവൂ. 1 to 4 വരെ. നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു.